ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിഷേൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ എണീച്ച് വന്ന് നോക്കുന്ന ടൈമിൽ ഇതേ നമ്മുടെ വാട്ടർ ടാങ്കിൽ ആമ്പലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണം വിരിഞ്ഞിട്ടുണ്ട്, ഒരെണ്ണത്തെ നാളെ എന്തോ ആയിട്ട് വിരിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ രാത്രിയാണ് കേട്ടോ ഇത് വിരിയുക. രാവിലത്തേക്ക് ഒരു 10 മണി സൂര്യനെ കുതിച്ച് വരുന്ന ആ ടൈം അത് കൂടും കേട്ടോ. പിന്നെ അങ്ങനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ അതാ ചെടികളും ചെടികളുടെയൊക്കെ മുകളിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ 4 പുറമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, ഇനിയിപ്പോൾ ഇത്രയും മുറ്റൊക്കെ അടിക്കാണ്ടല്ലോ എന്നൊക്കെ. പിന്നെ അത് ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ടിലേക്കുള്ള വഴി. ഇതിനെ പോണത് ഇതിങ്ങനെ റോട്ടിലേക്കുള്ള വഴിയാണ്. അപ്പം അങ്ങനെ ഇതാ ഉമ്മർത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പോയിട്ട് ബ്രഷ് ചെയ്തിട്ട് വേണം ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കാൻ. ഇവിടെ ഏകദേശം ഒരു പാടത്തിൻ്റെ വക്കൊക്കെ ആയിട്ട് വരും ആ സൈഡിലൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ വീട്ടിലത്തേക്കാളൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെ കണ്ടോ മഞ്ഞ് ഇങ്ങനെ വീഴുന്ന പോലെ. അവിടേക്കൊക്കെ നോക്കുമ്പോൾ ഈ കാറിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വഴിയിലൊക്കെ മഞ്ഞിതങ്ങനെ വീണ് ഒരു പുക പോലെ അങ്ങനെ തോന്നും കേട്ടോ രാവിലെ. പിന്നെ അച്ഛൻ ഞാൻ നീക്കുമ്പോൾ തന്നെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്, വർക്കുണ്ട്, യൂണിഫോം വർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അച്ഛയ്ക്ക് പിന്നെ തണുപ്പൊന്നുമില്ല, കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകണ്ടേക്ക് ഇപ്പം തന്നെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇത് അപ്പുറത്തെ വീട്ടിലേക്കുള്ള പാസേജ് ആണ് കേട്ടോ. അങ്ങനെ അതിനൊരു വഴിയുണ്ട് അങ്ങനെ നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോവാൻ. അപ്പം ഞാൻ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ മുറ്റടിക്കാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല. ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എല്ലാവരും രാവിലെ ഓരോരോ തിരക്കിലായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ആരെയും വിളിച്ചില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുക തന്നെയാണ് നല്ലതെന്ന് തോന്നി. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. മുറ്റം അടിക്കാൻ കുറേ ഉണ്ട് കേട്ടോ. ഈ മുറ്റം എത്രയെന്ന് അറിയോ അടിക്കാൻ. പണ്ട് ഇതിലൊന്നും കൂടുതൽ അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തെ സൈഡൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മരങ്ങളൊക്കെ കുറേ മുറിച്ചു, ഇവിടുത്തെ പുളിയൊക്കെ മുറിച്ചതുകൊണ്ട് അധികം കുപ്പയൊന്നുമില്ല. നെയ്മറ മാത്രം ഒന്ന് അടിച്ച് വിട്ടാൽ മതി കേട്ടോ. നമുക്കിത് ആ സൈഡും ബാക്കിലും ഒക്കെ അടിച്ചിട്ട് അങ്ങനെ റൗണ്ട് ചുറ്റിയിട്ട് അടിച്ചിട്ടാട്ടോ വരിക. പിന്നെ അതാ മുറ്റത്തെ മുല്ലയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മല്ലിയാണെങ്കിൽ ഇതൊക്കെ കെട്ടി വെക്കാറുണ്ട് കേട്ടോ. സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ വെക്കാറുണ്ട്. ഉണ്ട മുല്ലയാണ്. അപ്പോൾ അത് അത്രയും അടിച്ച് കഴിഞ്ഞു. ഇനി മുറ്റടിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഉള്ള അടിച്ചോരി തുടയ്ക്കാനാണ് കേട്ടോ പോവുക. രാവിലെ ഏകദേശം ഇത്ര പണികളുള്ളൂ. പിന്നെ കിച്ചണത്തെ വർക്കൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ മുറ്റടി കഴിഞ്ഞിട്ട് ഇനി ഈ ചൂലൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് വേണം പോകാൻ. അമ്മ അതേ കറിക്കുള്ള എന്തൊക്കെയോ തേങ്ങ മുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നിഷേധനം കൂടിയിട്ടുണ്ട്. ഇത്രയും തേങ്ങ പൊട്ടിച്ചിട്ട് എടുത്ത് വെക്കാമല്ലോ, ബാക്കി ഇനി ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അവർ രണ്ടാളും അങ്ങനെ തേങ്ങ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലി ഇത് അപ്പുറത്ത് നീച്ച് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി മൂത്രം ഒഴിച്ചിട്ട് ഇനിയും പോയി കിടക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ. അപ്പോൾ അതാ ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുപ്പത്ത്. പിന്നെ സാമ്പാറൊക്കെയുള്ള കഷ്ണങ്ങൾ വേവിക്കുന്നുണ്ട്. പിന്നെ തേങ്ങ അരച്ച് അമ്മ ഒഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനിതേ ഉള്ളൊക്കെ ഒന്ന് തുടക്കുകയാണ് കേട്ടോ. കുട്ടി ഇതിനെ കടന്ന് കളിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ പൊടിയൊക്കെ ആവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ ഇങ്ങനെ തുടച്ചിട്ടോ. എന്നിട്ട് അവനെ അവിടെ കൊടുന്ന് പുൽപ്പായയിൽ കടത്തുകയാണ് പതിവ്. അപ്പോൾ അവൻ അങ്ങനെ കുറേ നേരം കളിക്കൂട്ടോ അവിടെ കടന്നിട്ട്. അല്ലീനെ സ്കൂളിലേക്ക് വിട്ട് റെഡിയാക്കണം ആ ടൈമിലൊക്കെ എനിക്കിപ്പോൾ ആശീനെ ഇവിടെ ഒരു പായ വിരിച്ച് കടത്തിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വീട് രാവിലെ നീച്ചാലുള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് അടിച്ചുവാരലും തുടയ്ക്കലും തന്നെയാണ് കേട്ടോ. അതുപോലെ ഈ റൂമുകളും പിന്നെ അതേപോലെ തന്നെ ഹാളും കിച്ചണും അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ തുടയ്ക്കാൻ. പിന്നെ തുട കഴിഞ്ഞതും അലക്കാനും കുളിക്കാനൊക്കെ വേണ്ടി പോവും. അപ്പോൾ പിന്നെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് കുറച്ച് ദിവസം മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റോബസ്റ്റ് പഴവും അതേപോലെ കുറച്ച് റൈസും ഒക്കെ ആഡ് ചെയ്തിട്ടൊരു ഹെയർ പാക്കാണ്. നമുക്ക് ഹെയറിന് കുറച്ച് വോളിയം വെച്ച പോലെ തോന്നും കേട്ടോ. പിന്നെ അത് കണ്ട് ഞാൻ ഹെയർ ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഇന്നലെ ആയിരുന്നു കേട്ടോ ആ ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. എല്ലാ ദിവസവും ഇപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഇത് അലക്കണം വരെങ്കിലും മുഖത്ത് പിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അലക്കാൻ പോകുന്നതിന് മുന്നേ കേട്ടോ ഹെയർ പാക്കൊക്കെ ഇടുക. അപ്പോഴത്തേക്കും അമ്മ റെഡി ആയിട്ട് നമ്മുടെ നീയയ്ക്ക് ചെറിയൊരു വയറിന് ചെറിയ വയ്യായ്ക ഉണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇനി ഹോസ്പിറ്റലിൽ കാണിച്ച് വന്നിട്ട് വേണ്ടിട്ട് അമ്മയ്ക്ക് അംഗൻവാടിക്കൊക്കെ പോകാൻ. അപ്പോൾ താഴത്തെ വീടത്തെ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത്. ബ്ലോക്കിൻ്റെ അവിടെയാണ് കേട്ടോ പോവാറ്, മണ്ണാർക്കാടിനെ. അപ്പോൾ അമ്മ അങ്ങനെ പോയി. പിന്നെ ഞാൻ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ കിച്ചണിക്ക് വന്നു കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതിനിടയ്ക്ക് പോയിട്ട് കാശീനെ ഒന്ന് എത്തി നോക്കുക കേട്ടോ, എണീച്ചിട്ടുണ്ടോ എന്ന് ഇങ്ങനെ പോയി നോക്കുക ഇടയ്ക്കൊക്കെ. അപ്പോൾ അത് അവൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളിതാ തലയൊക്കെ ഇട്ടിട്ട് ഞാൻ അവനെ എടുക്കാൻ വരുന്നുണ്ടോ നോക്കും. എന്നെ കണ്ടത് ഒറ്റൊരു ചിരിയാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ അവനെ കുറച്ച് നേരമൊക്കെ എടുത്തിട്ട് അങ്ങനെ നടക്കും. പിന്നെ പാലൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ഏൽപ്പിച്ചിട്ട് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ വേഗം പോകുന്നതിന് മുന്നേ അവനെ കുളിപ്പിക്കാമെന്ന് കരുതിയിട്ട് അവനെ കുളിപ്പിച്ച് കൊണ്ടുവരികയാണേ. പിന്നെ ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ 10 മണിക്ക് കഴിക്കാറുള്ളത്. ഞാൻ രാവിലെ നേരത്തെ തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ ചേട്ടൻ ഇന്ന് കുറച്ച് വൈകിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ ആൾ 10 മണിക്ക് പുറത്തുനിന്നാണ് കഴിക്കാറ്. ആ സമയത്ത് ഞാൻ വേഗം കാശിക്ക് കഴിക്കാനും കൊടുത്തു കേട്ടോ. രാവിലെ തന്നെ എല്ലാവരും ഉള്ളപ്പോഴേ ഇതൊക്കെ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ അല്ലിയെ കൊണ്ടേക്കലും ഒക്കെപ്പാടെ വെപ്രാളാവും. പിന്നെ ചേട്ടനും കൂടെ ഉള്ള സ്ഥിതിക്ക് അമ്മയിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ഇഡ്ഡലിയും കൂടെ ഉണ്ടാക്കി. എനിക്ക് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ മാവൊക്കെ ഫ്രിഡ്ജിക്ക് വെച്ചു. പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ.
ചായയല്ല കാപ്പിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ചട്നി, ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഉള്ള ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പുറത്ത് മീൻ വന്നപ്പോൾ ഞാൻ എന്നാൽ മീനും കൂടെ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്, മത്തിയാണ് കേട്ടോ, നല്ല പനിഞ്ഞിലുള്ള മത്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയി. ഇതേ അപ്പുറത്തെ വീട്ടിലത്തെ ഒരേട്ടൻ അവരുടെ നായകനെയും കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഗോപു എന്ന് എഴുതിയിട്ട് അതിൻ്റെ പേരൊക്കെ ഇങ്ങനെ കഴുത്തിൽ തൂക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് മത്തിയും മേടിച്ചിട്ട് വന്നു. കാശി ഇതാ കുറച്ച് നേരം അവൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെ കളിക്കുകയാണ്. പിന്നെ പോവാൻ നേരത്ത് അമ്മ ബ്ലോക്കിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നീയനെ കാണിച്ചിട്ട്. പിന്നെ അമ്മയും കുറച്ച് നേരം എടുക്കും കാശീനെ. പോകേണ്ട സമയത്ത് നിന്ന് എനിക്ക് ഒരുക്കാലോ, അല്ലിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് ഞാൻ ഈ സമയത്ത്. അപ്പോഴത്തേക്ക് നിശേട്ടൻ കഴിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ആ സമയത്ത് പോയിട്ട് അല്ലിക്കുട്ടിക്ക് കഴിക്കാൻ സ്കൂളിലേക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചക്കടയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ചക്കട ഇങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. ഓരോ ദിവസം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ളത് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇത് എന്തൊക്കെ പെയിൻ്റൊക്കെ ചെയ്ത് വന്ന് എന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ അമ്മ അവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം പോകുന്നതിന് മുന്നേ എൻ്റെ പണിയൊക്കെ ഒരുങ്ങണ വരെ അമ്മ അങ്ങനെ എടുത്തോണ്ട് നിൽക്കട്ടോ. അല്ലെങ്കിൽ പിന്നെ അല്ലീനെയും കാശിനെയും ഇങ്ങനെ കടത്തിയിട്ട് ഇങ്ങനെ പണിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാശിക്കുട്ടി അവിടെ കടന്ന് കളിക്കുന്നുണ്ട്. അല്ലിയാണെങ്കിൽ ഓട്ടോ വരാനും വരുന്നതിന്റെ മുന്നേ ഇരിക്കട്ടെ. ഇന്നാണെങ്കിൽ സ്കൂളിൽ ഡിക്റ്റേഷനും ഉണ്ട്. ഞാനിങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ആക്കുമോ, ഇന്നലെ മുതൽ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ ആവുമെന്ന് അവൾക്ക് തന്നെ അറിയുള്ളൂ. 1ഉം 2ഉം 3 ആണ് കേട്ടോ ഇന്ന് ഡിക്റ്റേഷൻ. അപ്പോൾ അതൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഓട്ടോ കയറ്റാൻ വേണ്ടി പോവുകയാണ്. ഈ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, ആ വഴിക്ക് തന്നെ വരും കേട്ടോ. പിന്നെ അല്ലിയുടെ ഫ്രണ്ട്സാണ് ഇവർ 3 ആളും. പിന്നെ മുകളിൽ നിന്ന് അരുന്ധതി പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഇവർ 4 ആളും ഒരു ക്ലാസ്സിലാട്ടോ. എനിക്ക് എന്തായാലും അപ്പോൾ ഇവിടുന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പിന്നെ ഫസ്റ്റ് ട്രിപ്പാണ്, ഇവിടുന്ന് പിന്നെ 3rd ട്രിപ്പാണ് ഇഷ്ടമാണ് പോകാൻ. അപ്പോൾ അതേ സ്പെല്ലിങ് നമുക്ക് ഇതാ ഇഷാനും പറഞ്ഞിരുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നിട്ട് കാശിനെ കുറച്ച് നേരം ഉറക്കിയിട്ട് ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. മീനൊക്കെ രാവിലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നാരങ്ങ നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ, അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ പിന്നെ മീനും കൂടെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകിയാൽ പിന്നെ എനിക്കും കാശിക്കും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ അത് രാവിലെ മേടിച്ച മത്തിക്കുട്ടന്മാരെയൊക്കെ നല്ല മസാലയൊക്കെ തേച്ചിട്ട് വറുത്തെടുക്കുകയാണ്. പനിഞ്ഞിലും ഉണ്ടായിരുന്നു, പൊട്ടിത്തെറിക്കുള്ളൂ കേട്ടോ. അത് വേഗം അത് വറുത്തൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി എനിക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. രാവിലെ അലക്കി വെച്ച തുണികളുണ്ടല്ലോ, അത് വിരിച്ചിടണം. അപ്പോൾ രാവിലെ അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനാണെങ്കിൽ ദേഹത്ത് കൂടെ കാശി ഇങ്ങനെ ഇടയ്ക്ക് ഓക്കാനിക്കാറുണ്ട് കേട്ടോ, ഫുഡ് കൊടുത്ത് കഴിഞ്ഞാലൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറ്റണം. പിന്നെ ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തേക്ക് 3ഉം 4ഉം ഡ്രസ്സൊക്കെ കേട്ടോ, ചില സമയത്ത് മാത്രം, അല്ലെങ്കിൽ 2 മതി. അങ്ങനെ ഞാൻ തുണികളിലൊക്കെ ഇങ്ങനെ വിരിച്ചിടാൻ വേണ്ടി വരികയാണ്. ഇന്നിപ്പോൾ കുറച്ച് വെയിലുണ്ട് കേട്ടോ, രാവിലെ 10 മണിക്ക് ശേഷം. പിന്നെ ഞാനും കാശി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ വീട്ടിൽ കാശീനെ ഉറക്കിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യണത്. അപ്പം അങ്ങനെ ഞാൻ തുണി വിരിച്ചിടാൻ വന്നു അവൻ ഉറങ്ങുന്ന സമയത്ത്. അപ്പം അങ്ങനെ വേഗം ഉണങ്ങി കിട്ടും ചെയ്യും. നല്ല ചൂടുള്ള വെയിലാണ് കേട്ടോ. പിന്നെ അതൊക്കെ അമ്മ വിരിച്ചിട്ട് പോയിരുന്നു. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, വിരിച്ചിടാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എനിക്കാണെങ്കിൽ ചെവി മൊത്തം ഈ റൂമിൻ്റെ അവിടേക്കാണ്. കാശി കരയുന്നുണ്ടോ എന്ന്, അവനവിടെ ഒറ്റയ്ക്ക് കടത്തി പോലെ നല്ല പേടിയുണ്ട്. അപ്പോൾ വേഗം വെപ്രാളത്തിൽ തുണി വിരിച്ചിടാം കേട്ടോ. എന്നിട്ട് വേണം ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നീ എന്നെ എങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ തുണി വിരിച്ചിടുന്ന ടൈമിലേ. കുറയ്ക്കൊന്നുമില്ല കേട്ടോ, പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ മതി, അപ്പോഴത്തേക്കും നല്ല കുറെ ഒരുക്കും കേട്ടോ. നോവിയുണ്ട്, ആശി എന്താ ചെയ്യണെന്ന് ഞാൻ പുറത്ത് ജനൽ കൂടെ എത്തി നോക്കിയായിരുന്നു. നല്ല ഉറക്കത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ജനൽ കൂടെ എത്തി വെക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഈ പൂക്കളൊക്കെ നമ്മൾ ഇതിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ മേടിച്ചതാട്ടോ. പക്ഷെ നമുക്ക് പിടിച്ച് കിട്ടി, സാധാരണ അങ്ങനെ പിടിക്കലില്ല. ഒരു ഓറഞ്ച് കളർ റോസാണ്. പിന്നെ അമ്മ ഇവിടെ മുളകൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നൊരു ആവശ്യത്തിന് നമുക്ക് മുളകൊക്കെ കഴിഞ്ഞാൽ വേഗം ഓടി വന്നിട്ട് അതിൽ പറിച്ചിട്ട് പോവാം. പിന്നെ ഗേസ് ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. കാശി ഉറങ്ങി തന്നെയാണ്. ആ സമയം കൊണ്ട് വേഗം ഇത്രയും പാത്രങ്ങൾ എനിക്ക് കഴുകി തീർക്കാനുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ചട്നി അരച്ചതും നമ്മൾ കഴിച്ചതൊക്കെ ആയ പാത്രങ്ങളാണ്. അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് തേച്ച് കഴുകി എടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഇങ്ങനെ മൊബൈലിൽ പാട്ടൊക്കെ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇടയ്ക്ക് കഴുകാറൊക്കെ ചെയ്യാറ്. പിന്നെ ഈ പണികളൊക്കെ ഒരുങ്ങി പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വേഗം തന്നെ അല്ലിയും വരും കേട്ടോ. വലിയ സമയമൊന്നും എനിക്ക് കിട്ടാറില്ല കേട്ടോ. 3 മണി വരെയുള്ളൂ ക്ലാസ്. ഒരു 3:15 ആകുമ്പോഴത്തേക്കും അവർ ഫസ്റ്റ് ട്രിപ്പാണ് തിരിച്ച് വരുന്ന ടൈമിൽ. പോകുന്ന സമയത്ത് അവർ 3rd ട്രിപ്പും ഫസ്റ്റ് ട്രിപ്പാണ് തിരിച്ച് വരുമ്പോൾ KG കുട്ടികളാണ് പറഞ്ഞിട്ട് നേരത്തെ കൊണ്ടുവരും. അപ്പം അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ പോയിട്ട് TV കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും ഇതാ 12 മണി ആവാനായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഒന്ന് കടന്ന് നീച്ചപ്പോഴത്തേക്കും ടൈം. അപ്പോൾ അത് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം അല്ലീനെ കൂട്ടി അല്ലി വന്നായിരുന്നു കേട്ടോ. ഇറക്കണ ഷോട്ട് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഞങ്ങൾ നേരെ ടൗണിലേക്ക് വന്നു. ഈ സ്കൂളിൽ വന്നിട്ട് ഞാൻ അവളെ കൂട്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. ടൗണിക്കല്ല, നമ്മൾ വീടിൻ്റെ റോഡ് സൈഡിലേക്ക് തന്നെയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ചേട്ടനും ഉണ്ട്, ഞാനും ഉണ്ട്, അല്ലിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ നേരെ വന്നത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലേക്കാട്ടോ. കാരണം കാശിയുടെ കോറയ്ക്കുള്ള നെയ്യൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നെയ്യ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ മേമ നെയ്യും പാലൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ, തൈരൊക്കെ. അപ്പോൾ ഇത് വേറൊരു മേമയാണ്, അതായത് എൻ്റെ അമ്മമ്മയുടെ അനിയത്തി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ മേമത കറ്റർവാഴകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടൊക്കെ ഉണ്ട്. നേരെ അങ്ങനെ നെയ്യും പാലൊക്കെ വാങ്ങിയിട്ട് പിന്നെ വീട്ടിലേക്ക് വരികയാണ്. പിന്നെ ചേട്ടനാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകണത്. വൈകുന്നേരം ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ നാലാളും കൂടെ വെറുതെ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങിയതാണ്. പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ കാശിക്ക് ചെറിയൊരു ചുമ ഉണ്ട്. അപ്പം അതിൻ്റെ മരുന്നും ഒന്ന് മേടിക്കണം പോയിട്ട്, അതിനും കൂടെ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം എന്താ ചേട്ടൻ ബേക്കറി പോയിട്ട് അല്ലെങ്കിൽ സ്നാക്സ് കൊണ്ട് വെള്ളവും കൂടെ മേടിക്കാൻ കേട്ടോ. ഫ്രൂട്ട്സ് കുറച്ച് മേടിച്ചു. അപ്പം അതാ ഫ്രൂട്ട്സും സ്നാക്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറിയിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് സമയം ഒരു 7 മണിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് വെറുതെ കളിക്കാൻ വേണ്ടി പോയായിരുന്നു. ഇതാണ് കേട്ടോ ഇഷാൻ്റെ വീടാണ്. അവിടെ മുറ്റത്ത് ഞാനും ബബ്ബിളും പിന്നെ അതേപോലെ തന്നെ അല്ലിക്കൊരു ടൈം പാസ്സാണ്, കുട്ടികളുടെ കൂടെ കളിക്കാൻ അങ്ങനെ വന്നതാണ് കേട്ടോ. കുറേ പഠിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്ന് വൈകുന്നേരം കളിക്കാൻ സമയം കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇവരുടെയും പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. നാളെയാണെങ്കിൽ സ്കൂളില്ല കേട്ടോ, ശനിയാഴ്ചയാണല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കളിക്കുകയാണേ. ഒരു മതിലപ്പുറത്താണ് കേട്ടോ നമ്മളെ വീടുന്നത്, ഈ മതിലിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ കാശി അമ്മയുടെ അടുത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ വൈകുന്നേരം കുറേയൊക്കെ കളിച്ചു കിട്ടും. അപ്പോൾ 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും സമയം. ഇവിടെ പിന്നെ രാത്രിയും പകലൊക്കെ ഒരുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴാണ് ഇവിടുത്തെ ചേച്ചിയൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയേ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ചു. ഒരു 7-7:30 ആവണം. 7:30 ആയിട്ടില്ല, 7:15 ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ചേച്ചി ഇത് അവിടെ ചെടികളൊക്കെ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ ഒക്കെ വെറുതെ ഫോട്ടോ എടുത്തതാണ്. പിന്നെ അച്ഛൻ വരുന്ന ടൈമിൽ നമുക്ക് ഇവിടുന്ന് ആളനും അതേപോലെ തന്നെ പിന്നെ ഇപ്പം എന്താ പാനിപ്പൂരി അതും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ രാത്രി അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോറും ഉണ്ടുണ്ടായിരുന്നു. രാത്രി 9 മണിയാകുമ്പോൾ ചോറും ഉണ്ടു. അപ്പം ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.